ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ പൊങ്കലിന് അവധി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫോർട്ട് കൊച്ചി പോയിട്ടുണ്ടായിരുന്നു കസിൻസായിട്ട്. അപ്പം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയിലോട്ടായിരുന്നു. വണ്ടിക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ മെട്രോയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് ക്യൂ ഒക്കെ നിന്ന് പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ചുമ്മാ ഇരിക്കുമല്ലേന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. 2 പിള്ളേരും കിടന്ന് ഉറക്കമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എൻ്റെ തന്നെ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, ചെമ്മിപ്പോയി. പിന്നെ നമ്മൾ വാട്ടർ മെട്രോയിലോട്ട് കയറാൻ പോവാണ്. അപ്പം ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ മെട്രോയുടെ അകത്ത് കയറി. ഗായ്സ്, അടിപൊളിയായിരുന്നു കേട്ടോ. ചില്ലൊക്കെ ഇട്ടിട്ട് സേഫായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. മെട്രോ പോലെ തന്നെ ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ട്, പിടിക്കാൻ അതൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് വെള്ളത്തിൽ കൂടെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയ ക്ലിപ്പൊക്കെ എടുത്തു എന്നുള്ളൂ. പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് 25 മിനിറ്റ് വണ്ടി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. കാസ കിച്ചണിലാണ് വന്നത്. ഇപ്പോൾ കുറേ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അവിടെ കരിക്കുണ്ടായിരുന്നു, മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബേസിൽ ജോസഫിനെ കാണുക. എനിക്കാണ് എക്സൈറ്റ്മെൻറ്റ് പൂത്തിട്ട് വയ്യായിരുന്നു. പിന്നെ നമ്മൾ കാസ കിച്ചണിൽ കുറച്ചേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അകത്ത് കയറിയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ചിക്കനും ബീഫും പിന്നെ കാസ കിച്ചൻ്റെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടൊരു ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ ഫിഷ് പൊള്ളിച്ചതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അടിപൊളി ഫുഡായിരുന്നു. ഇതുപോലെ ഉരുളിയിലാണ് വന്നിട്ടുള്ളത്, രാജാവിൻ്റെ ഉരുളി എന്നങ്ങനെയാണ് പറയുന്നത്. പിന്നെ അവിടെ കുറച്ച് പഴയ ടെലിഫോൺ പോലത്തെ സംഭവമുണ്ട്. അപ്പം ഞാനും എൻ്റെ കൊച്ചും ഇവിടെ പണ്ടത്തെ പോലെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ മിൻറ്റ് ലൈമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നു, അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. പിന്നെ മിൻറ്റ് ലൈമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ബൂമർ എഫക്റ്റ് ഇട്ട് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ചുമ്മാ ഇരിക്കലെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ട്രെൻഡിങ് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വലിക്കുമ്പോൾ എന്നത്. പക്ഷെ നമുക്ക് പാട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് പാട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മട്ടാഞ്ചേരി പാലസിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് മട്ടാഞ്ചേരി പാലസിലോട്ടാൻ പറ്റില്ല, കുറച്ചായിട്ട് എടുത്തൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ജൂതപ്പള്ളിയുടെ അകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ ഇതാണ് നമ്മുടെ ജൂതപ്പള്ളിയുടെ അകമാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഒരു ക്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. സൂം ചെയ്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയെന്നുള്ളൂ കേട്ടോ, നമ്മൾ എഡിറ്റ് ചെയ്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ ജൂത ടൗൺ. അപ്പം ഒത്തിരി വിദേശികളൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ അത്. നമ്മൾ തിരിച്ച് മട്ടാഞ്ചേരി വന്നിട്ട് കാർ അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നു. ഇതൊരു ചെറിയാണ് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തുന്നുള്ളൂ. പിന്നെ നമ്മൾ ബീച്ചിലോട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ആദർശകമായി മയിലിനെ കണ്ടു ഗായ്സ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. മയിലിനെ നമ്മൾ എപ്പോഴൊന്നും കാണാറില്ലല്ലോ. പിന്നെ ബീച്ചിലൊന്നും നമ്മൾ ഇറങ്ങിയില്ലായിരുന്നു, നമുക്ക് മാളിൽ പോകാനുണ്ടായിരുന്നു. അപ്പം മണ്ണിൽ ഒന്നും ഇറങ്ങേണ്ട അത് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അതിൽ കൂടെ നടന്നിട്ട് കടലൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് മാളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചെങ്കബടിയും കൂടെ വന്നതാണ്. ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയെന്നുള്ളൂ. എൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ നമ്മൾ എപ്പോഴും ലുലു മാളിലാണ് പോകാറുള്ളത്. പിന്നെ ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഫോറം മാളിൽ പോകാമെന്ന് ഓർത്തു. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫോറം മാളിൽ പോയി. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഫൺ ടൂറിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഫൺ സിറ്റി എന്നാട്ടോ എൻ്റെ പേര്. പിന്നെ ഞാനും കൊച്ചുങ്ങളെ ഇതിലേക്കൂടെ ഊർന്നു തന്നെയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്തൊരു വലിയ സംഭവം ബോൾസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കാണെങ്കിൽ ഒരു അഡൾട്ടും കൂടെ വേണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.